എത്ര സമർത്ഥമായിട്ട് നമ്മളൊരു കുറ്റകൃത്യം ചെയ്താലും ദൈവം അവശേഷിപ്പിക്കുന്ന തെളിവുണ്ടെന്ന് പറയാറുണ്ടല്ലോ. ആ ഒരു തെളിവാണ് പലപ്പോഴും പ്രതിയെ പിടികൂടാനുള്ള ഒരു സാഹചര്യം. ശരിക്കും പറഞ്ഞാൽ ഫൈസൽ എന്ന് പറയുന്ന ഒരു കുറ്റവാളിയെ കണ്ടുപിടിച്ചത് അതിസമർത്ഥമായിട്ടാണ്. കാരണം മരണപ്പെട്ട ആളുടെ ശരീരത്തിൽ അയാൾ അവശേഷിപ്പിച്ച ഒരു തെളിവാണ് പോലീസിന് പിടിവള്ളിയായിട്ട് മാറിയത്. ഇനി ആരാണ് ഫൈസൽ, ആരാണ് മരിച്ച അൻപഴകൻ, എന്തിനു വേണ്ടിയാണ് ഈ ഫൈസൽ കൊലപ്പെടുത്തിയത്, അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കേസ് അന്വേഷിച്ച ഫൈസൽ എന്ന് പറയുന്ന ആ കുറ്റവാളിയെ നിയമത്തിന് മുമ്പിൽ എത്തിച്ച DSP ആയ വിനോദ് സാറാണ് ഈ എപ്പിസോഡിൽ ആ അനുഭവം പങ്കുവയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സാറേ നമസ്കാരം. നമസ്കാരം. ഈ പ്രതിയുടെ അല്ലെങ്കിൽ ഒരു തെളിവ് എപ്പോഴും ദൈവം അവശേഷിപ്പിക്കുന്ന സത്യമല്ല. ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു ഭാഗം കിട്ടിയിരിക്കും. അത് കണ്ടെത്തുക എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ജോലി എന്ന് പറയുന്നത്. അതാണ് ജോലി എന്ന് പറയുന്നത്. അത് എവിടെന്നെങ്കിലും കിട്ടും, അത് കണ്ടെത്തുക എന്നുള്ളതാണ്. എല്ലാ കേസിലും ഉണ്ടാവും, എവിടെയെങ്കിലും ഉണ്ടാവും, എല്ലാ കേസിലും ഉണ്ടാവും. തീർത്തും അവശേഷിക്കാതെ പോകത്തില്ല. അത് മികച്ച ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് അത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? ഒരു ഭാഗ്യം കൂടെയാണ്. അതിനകത്തൊരു ഭാഗ്യം കൂടെ പറയാൻ പറ്റും. അതിനകത്ത് മികവിൻ്റെ ഭാഗം എന്നുള്ളതല്ല, ഒരു ഭാഗ്യമുണ്ടത്. അത് കണ്ടെത്താൻ ഉള്ളൊരു ഇതും കൂടെ കിട്ടും. അത് ആ തെളിവ് നമ്മളിലേക്ക് എത്തുന്നു എന്നുണ്ടെങ്കിൽ എളുപ്പം. എടുക്കേണ്ടി വരും. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സംഭവത്തിൽ ആ ഒരു തെളിവില്ലായിരുന്നു, ഒരുപക്ഷെ ആ ഒരു കേസ് തന്നെ തെളിയത്തില്ലായിരുന്നു അല്ലേ? അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ, അതിനകത്ത് ആ തെളിവെന്ന് പറയുന്നത് ഈ മരിച്ചു കിടക്കുന്നത് ആരാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ബാക്കിലോട്ട് പോയി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് തന്നെ ഒരു ആക്ച്വലി നമ്മുടെ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് അടുത്തുനിന്ന് തന്നെ പറയാം, ഒരു ആറ്റിൻ്റെ കരയിലായിട്ട് ഒരു ജീർണിച്ച ബോഡിയാണ്. മിനിമം ഒരു 4-5 ദിവസം പഴക്കമുള്ള ഒരു ജീർണിച്ച ബോഡിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത് ഇങ്ങനെ ബോഡി കിടക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു, ചീർത്ത് കിടക്കുകയല്ലേ. കാരണം വെള്ളം കയറി, അതിൻ്റെ തലേന്ന് 2 ദിവസം മുമ്പ് വരെ വെള്ളം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ പോച്ചപ്പുറത്ത് ഇങ്ങനെ കമന്ന് കിടക്കുന്ന രീതിയിലാണ്. വെള്ളം ഇറങ്ങിപ്പോയപ്പോൾ ബോഡി എങ്ങനെ കിടന്നതാണ്. അപ്പോൾ SI വിളിക്കുന്നു, സാറേ ഇങ്ങനെ ബോഡി കിടപ്പുണ്ട്, ജീർണിച്ചാണ്, ആരോന്ന് അറിയാൻ പറ്റുന്നില്ല, ഒരു കറുത്ത പാൻറ്റും വെള്ള ഉടുപ്പുമാണ്. പക്ഷേ ഞാൻ ചോദിച്ചിട്ട് എത്ര പ്രായം കാണും സാറേ? പ്രായമൊക്കെ ഒരു 10-40 വയസ്സ് അടുപ്പിച്ച് കാണും. ശരി, ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്തായാലും ചെന്നപ്പോഴത്തേക്കാണ് ഈ കമന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ്, ചീർത്ത് കിടപ്പുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കണ്ടെത്താൻ അതൊരു ഇച്ചിരി കറുത്ത ടെക്സ്ചറാണെന്ന് വേണമെങ്കിൽ പറയാം. കണ്ട ഒരു ചെറിയൊരു തമിഴിൻ്റെ ലുക്കുണ്ട് എന്ന് വേണമെങ്കിലും പറയാം. പിന്നീടാണ് നമ്മൾ അതിൻ്റെ ഇൻക്വസ്റ്റ് കണ്ടക്ട് ചെയ്ത സമയത്താണ് പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും നമുക്ക് ഇയാളുടെ ഇലക്ട്രൽ ID കാർഡ് കിട്ടുന്നത്. ഇലക്ട്രൽ ID കാർഡിനകത്ത് അൻപഴകൻ എന്ന് പറഞ്ഞിട്ട് ചെങ്കോട്ടയിൽ ഒരു അഡ്രസ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ബാക്കിയുള്ള ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് മാറ്റിയതിന് ശേഷം ചെങ്കോട്ട ഇൻസ്പെക്ടർ, അവിടുത്തെ DYSP ആയിട്ട് പിന്നെ അവിടെ നിന്ന് തന്നെ വിളിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നു ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഉടനെ ഇവിടെ നിർത്തിയിട്ട് അവിടെ പോയി. അവിടെ ചെന്ന് DYSP ആയിട്ട് സംസാരിച്ചു. അവിടുത്തെ CAയും അവരെല്ലാം നല്ലപോലെ കോർഡിനേറ്റ് ചെയ്തോട്ടെ ചെങ്കോട്ടയിൽ. അവരെന്നിട്ട് അവിടെ പോയി അന്വേഷിച്ചു. ഇതിൻ്റെ അഡ്രസ്സിലെ ആളിനെ അന്വേഷിച്ചപ്പോൾ അൻപഴകൻ കറക്റ്റാണ്. അൻപഴകൻ എന്ന് പറഞ്ഞിട്ട് ഒരു കക്ഷിയുണ്ട്, അയാൾ മിസ്സിംഗ് ആണ്. കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് മിസ്സിംഗ് ആണ്. ഇയാളുടെ ഭാര്യയും കുട്ടികളുമായിട്ട് പിണങ്ങി കഴിയുന്ന ഒരാളാണ്. അപ്പോൾ പിണക്കത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈസൽ എന്ന് പറഞ്ഞ ഒരുത്തൻ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഫൈസൽ എന്ന് പറഞ്ഞ ഒരുത്തൻ ഈ ഭാര്യയുമായിട്ട് അടുപ്പമുണ്ട്. ഈ അടുപ്പം വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഈ ഭാര്യയും ഇയാളുടെ, അതായത് ഡിസീസിൻ്റെ അൻപഴകൻ്റെ ഭാര്യ കൊടുത്ത പരാതിക്കനുസരിച്ച് ഇയാളെ അൻപഴകൻ നേരത്തെ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇവർ നേരത്തെ കോയമ്പത്തൂർ താമസമായിരുന്നു. അപ്പോൾ കോയമ്പത്തൂർ ജയിലിൽ ഇവർ കിടന്നു, അൻപഴകൻ കിടന്നിട്ടുണ്ട്. ഭാര്യ കൊടുത്ത് അന്ന് 307 ആണ്, അടിച്ചവളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് 307 കൊലപാതക ശ്രമത്തിന് കേസുണ്ട്. അൻപഴകൻ ഇവരെ ഭാര്യയെ മിക്കവാറും ഉപദ്രവിക്കും. കാരണം ഈ പേരും പറഞ്ഞ് ഉപദ്രവിക്കുന്നത് ഈ ഫൈസലിൻ്റെ പേര് പറഞ്ഞാൽ, ഫൈസലിൻ്റെ ബന്ധം പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതങ്ങനല്ല, ഇത് അതിന് മുമ്പുള്ള സംഭവത്തിനാണ് 307 എടുത്തത്. അതിനുശേഷമാണ് ഫൈസലോട്ട് ബന്ധം വരുന്നത്. 307 വെച്ചാൽ പിന്നെ അവിടെ ഇവൻ ജയിലിൽ കിടന്നപ്പോഴത്തേക്കാണ് ഫൈസലും സെയിം ജയിലിൽ അന്ന് കിടപ്പുണ്ട്. ഒരു ചീറ്റിംഗ് കേസിനകത്ത് കിടന്നാണ് ഫൈസൽ. അപ്പം ആ സമയത്ത് ഫൈസലും അൻപഴകനും തമ്മിൽ അറിയത്തില്ല, ഇവർക്കും തമ്മിൽ അറിയത്തില്ല. അപ്പോൾ ഫൈസൽ അവിടെ നിന്ന് ഇറങ്ങി, അൻപഴകൻ ജയിലിലായി. അവസാനം ഈ ഭാര്യയ്ക്ക് എന്നാന്നുണ്ടെങ്കിൽ സഹതാപം തോന്നി, ജവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. സ്വന്തം ഭർത്താവാണല്ലോ, കേസ് കൊടുത്തും പോയി ഒന്നിച്ച് താമസിക്കാൻ പറഞ്ഞിട്ട് പുറത്തിറക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഫൈസൽ പറഞ്ഞു ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് ഫൈസൽ കൂടിയതാണ്. അങ്ങനെ ഫൈസൽ ജയിലിൽ വെച്ച് അൻപഴകനും ഫൈസൽ സുഹൃത്തുക്കളായി. അതുകൂടാതെ അവിടെ കിടന്നിട്ടുള്ളൊരു കുമാർ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്, ഒരു തലയൊക്കെ മുട്ടയടിച്ചൊരു കുമാർ, നല്ല ഇതൊക്കെ. അവന് വേറെ ഒരുപാട് കേസുകൾ കൊടുത്തത്. പിന്നെ ഒരു അടൈക്കാലം, പിന്നെ ഒരു സെന്തിൽ കുമാർ, ഇങ്ങനെയൊക്കെയുള്ള കുറേ പേരുമായിട്ട് ഇയാൾ അവിടെ, ഈ ഫൈസൽ ഇതിന് മുമ്പും ചീറ്റിംഗ് കേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവന് ചെറിയൊരു ആൻറ്റി സോഷ്യൽ പരിപാടികളൊക്കെ ഉള്ളതാണ്. അപ്പം അവൻ അവിടെ വെച്ച് ഇവരുമായിട്ടൊക്കെ നല്ല കമ്പനിയാണ്. അപ്പോൾ അവിടെ വെച്ചാണ് ഈ കമ്പനി തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഇവനെ പുറത്തിറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫൈസൽ കൂടെ കൂടുന്നത് ഈ സ്ത്രീയുടെ കൂടെ. അങ്ങനെ സ്ത്രീയുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ചീറ്റിംഗ് കേസിലെ പ്രതിയാണെന്ന് ആലോചിക്കണം. അങ്ങനെ ആണ് ഈ സ്ത്രീയുമായിട്ട് അവന് കമ്പനിയാവുന്നത്. ഈ അൻപഴകൻ്റെ ഭാര്യയുമായിട്ട് ഫൈസൽ കമ്പനിയാവുന്നത്. അങ്ങനെ കമ്പനിയായത് പിന്നീട് ഇങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം മറ്റേവന് ഇഷ്ടപ്പെട്ടില്ല, അൻപഴകൻ ഇഷ്ടപ്പെട്ടില്ല. അൻപഴകൻ പല സമയത്തും ഇതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നിട്ടൊന്നും ഇവർ മാറാൻ കൂട്ടാത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി അവനിവിടെ വരുവാണെങ്കിൽ ഞാൻ അവനെ കൊല്ലും, ഉറപ്പായിട്ടും കൊല്ലുമെന്ന് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. വാളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അവൻ, ഈ അൻപഴകൻ. അപ്പോൾ തീർച്ചയായിട്ടും ഫൈസലിന് മനസ്സിലായി ഇനി
അൻപഴകൻ നമ്മളെ തട്ടും. അപ്പം അതിനു മുമ്പ് അവനെ തട്ടുക എന്നുള്ളതാണ് ഇവൻ്റെ സത്യത്തിൽ ഫൈസലിനെ കാട്ടി കുറച്ചുകൂടെ ഈ പറയുന്ന ഹാർഡ് കോറാണ് അൻപഴകൻ. അങ്ങനെ അവനെ തട്ടുക എന്നുള്ള രീതിയിൽ ഫൈസൽ യവന്മാരെ എല്ലാം വിളിച്ചു കൂട്ടുകയാണ്. അപ്പം നമ്മൾ ഈ CDR എടുത്തപ്പോഴും നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ഫൈസൽ ഈ പറയുന്ന കുമാർ, അടൈക്കാലം, ശെൽവരാജ് ഇവരും ഒക്കെ ആയിട്ട് മിക്കവാറും നിരന്തരം അവർക്ക് ഫോൺ ബന്ധമുണ്ട്. പിന്നെ ഈ ആ പറയുന്ന ഒരു ഡേറ്റ്, അവനെ കാണാതെ പോകുന്ന ഡേറ്റിൻ്റെ അന്ന് വൈകുന്നേരത്തോടുകൂടി ഇവരുടെ എല്ലാവരുടെയും ടവർ ലൊക്കേഷൻ അവിടെ ലോഡ്ജിലുണ്ട്, ഒരു ടവറിൻ്റെ കീഴിലുണ്ട്. പിന്നെ നമ്മൾ ചെങ്കോട്ട പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കറങ്ങി നടന്ന് അവിടുത്തെ CCTV ഫുട്ടേജസ് മൊത്തം എടുത്തു. കാരണം നമ്മൾ പറഞ്ഞില്ലേ ഈ ഇതിനിടയ്ക്ക് ഫൈസലിൻ്റെയും ഈ പറഞ്ഞ അൻപഴകൻ്റെയും CDRന് കൊടുത്ത മൊത്തം ഡീറ്റെയിൽസ് എടുത്തു. അപ്പം ഒരു സമയത്ത് വെച്ചിട്ട് അൻപഴകൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുന്നുണ്ട്, ഫൈസലിൻ്റെ സ്വിച്ച് ഓഫ് ആകുന്നുണ്ട്. അതിന് മുമ്പത്തെ ഒരു ദിവസത്തെ മൊത്തം ഇതെടുക്കുമ്പോൾ പല തവണ ഇവർ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ട്. അതുപോലെ ഫൈസലും ഈ മറ്റു കൂട്ടുപ്രതികളുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. അങ്ങനെ ഈ ഇവർ രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലൊക്കെയാണ്, പല സ്ഥലങ്ങളിലാണ് ഇവരെല്ലാം കൂടെ ഒന്നിച്ച് വരുന്നത്. ഈ ടവർ ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൂടാതെ ഫൈസലും അൻപഴകൻ, അതായത് ഫൈസലിൻ്റെ ടവർ ലൊക്കേഷൻ ഏകദേശം അവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് ഉണ്ട്. അൻപഴകൻ്റെ കുറച്ച് ദൂരെയാണ്. പക്ഷേ ഇത് വിളിച്ച് അൻപഴകൻ ഈ ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അൻപഴകനെ ഫൈസൽ വിളിച്ച് വരുത്തിയായിരിക്കാം അവിടെ. പിന്നെ നമ്മൾ അവിടുത്തെ CCTV മൊത്തം എടുത്തു. അങ്ങനെ എടുത്തപ്പോഴത്തേക്കാണ് അവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഇവൻ വന്ന് ഇറങ്ങുന്നതും പിന്നെ ഇങ്ങോട്ട് വരുന്നു. പിന്നെ ഫോട്ടോസ് ഒരു CCTV ഒരു 3-4 ക്യാമറ മൊത്തം എടുത്തു. പിന്നെ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ചെങ്കോട്ട ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇവൻ വരുന്നതും. ഈ ക്യാമറ വളരെ കറക്റ്റായിട്ട് ഫൈസലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്ന് ഷേക്കാൻ്റെ അടുത്ത് അവൻ്റെ കൈ കൊടുത്ത് അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോകുന്നതും ഒരു ഇന്നോവ കാറിനകത്ത് കയറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് CCTVയിൽ കൃത്യമായിട്ട് കിട്ടും. ഈ അൻപഴകനെ കൊലപ്പെടുത്തിയാൽ അവൻ്റെ ഭാര്യ സ്വന്തമാക്കുക ആ ഒരു ഉദ്ദേശം കൂടി ഉണ്ടല്ലേ? അൻപഴകനെ കൊന്നാൽ സ്വന്തമാക്കുക എന്നുള്ളതല്ല, അൻപഴകൻ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ അവനെ കൊല്ലും, ഫൈസലിനെ കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അൻപഴകൻ അത്ര ഹാർഡ് കോറാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് മെയിൻ സാധനം. ഇവരുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാഷ്വൽ ബന്ധമാണ്, കണ്ടിന്യൂയിങ് ബന്ധമല്ല. ഇവരെ സ്വന്തമാക്കണമെന്നോ അല്ലെങ്കിൽ കൂടെ താമസിക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല അവന്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്തിലാണ് ഇവനെ വിളിച്ചു വരുത്തിയതും കാറി കയറ്റുന്നത്. പിന്നീട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇവരുടെ കൂട്ടാളികളെല്ലാം കണ്ടുവരാം. അതിൽ കുമാർ എന്ന് പറഞ്ഞ ഒരുത്തനെ നമ്മൾ കോയമ്പത്തൂർ പോയി അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ വീട് അവിടെയാണ്. അവനൊരു ഹാർഡ് കോറാണ്. നേരത്തെ ഇതുകണക്ക് കൊലക്കേസുകളും മറ്റു കേസുകളൊക്കെ ഉള്ളവൻ. അവനെ പിടിച്ചുകൊണ്ട് വന്ന് ചോദ്യം ചെയ്യലാണ് നമുക്ക് ആ കഥയുടെ ചുരുളറിയുന്നത്. ഇപ്പോൾ ഫൈസലാണ് ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അവിടെ വരാൻ പറഞ്ഞു, കാശും കൊടുത്തു. അപ്പോൾ പറഞ്ഞു എൻ്റെ ഈ പൈസ ഇല്ലയെന്ന് പറഞ്ഞു. പൈസ വരെ അവൻ അയച്ചു കൊടുത്തിട്ടാണ് കൊണ്ടുവന്ന് ചെങ്കോട്ട ലോഡ്ജിലേക്ക് താമസ സ്ഥലം വരെ അറേഞ്ച് ചെയ്തിട്ടാണ് ഇവരെല്ലാം കൂടെ ഒന്നിച്ച് അവിടെ കൂടുന്നത്. ഇവർ തമ്മിൽ വൈരാഗ്യത്തിൽ നിൽക്കുമ്പോൾ അൻപഴകൻ എന്ത് വിശ്വാസമില്ല അങ്ങോട്ട് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ ചെയ്യണമെന്നുള്ളതാണ്. അപ്പം അവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫൈസലിനെ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞ് തീർക്കണം, എനിക്കിനി വേറെ കാര്യങ്ങളൊന്നുമില്ല, നമുക്കൊന്ന് സെറ്റിൽ ചെയ്ത് പോകണം, നമുക്ക് സുഹൃത്തുക്കളാണ്, എനിക്കൊരു ബന്ധവുമില്ല, നീയായിട്ടൊന്ന് പറഞ്ഞ് തീർക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഫൈസൽ വിളിക്കുന്നത്. അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഫൈസൽ വന്ന് നോക്കിയപ്പോൾ ഫൈസൽ മാത്രമേ ഉള്ളൂ. ഫൈസൽ വന്നിട്ട് അവനെ ഷെയ്ക്കാനും കൊടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് കാറിനകത്ത് കയറ്റിയിട്ട് ഇച്ചിരി മുന്നോട്ട് എടുത്ത് പോകുമ്പോഴത്തേക്ക് മറ്റവന്മാർ രണ്ടുപേര് പിന്നെ അവരെ ഒരു കൂട്ടുപ്രതികൾ ഒരു നടരാജനും ജഡ്സനും ഉണ്ട്. അവർ രണ്ടുപേരും ബൈക്കിനകത്ത് ഫോളോ ചെയ്യുന്നുണ്ട് ഈ കാറിനെ. അതും അതിനകത്ത് കാണുന്നുണ്ട്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഫൈസലാണ് വണ്ടി ഓടിക്കുന്നത്, അൻപഴകൻ ഫ്രണ്ട് സീറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി കുറച്ച് മുന്നോട്ട് എടുത്തപ്പോഴത്തേക്ക് കുമാർ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഹാർഡ് കോർ കുമാർ ഇതിൻ്റെ ബാക്ക് സീറ്റിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഈ കുമാറും പിന്നെ മറ്റേ അടൈക്കാലും രണ്ടുപേരും ബാക്ക് സീറ്റിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഈ കുമാർ പെട്ടെന്ന് എണീറ്റ് കയ്യിലൊരു അരിവാൾ കണക്കൊരു വലിയൊരു നമ്മുടെ കൊടുവാളുണ്ടല്ലോ, ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു കൊടുവാൾ, ഇവൻ്റെ തലമുടി പിടിച്ച് ബാക്കിലോട്ടാക്കിയിട്ട് ഇത് വെച്ച് അറക്കുകയാണ്. അപ്പോഴാണ് ഇവനത് അറിയുന്നത്. സൗണ്ട് കേട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും തലമുടി പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഈ ഫ്രണ്ട് സീറ്റിനോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് അറക്കാനായിട്ട് ഇതുകൊണ്ട് അറക്കുമ്പോഴത്തേക്ക് ഇവൻ ഇങ്ങനെ അതായത് ഇവൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഇവൻ്റെ കൈയുടെ ഇവിടെ ഇങ്ങനെ ഇഞ്ചുറി ഉണ്ട്, കഴുത്തിൽ നല്ലൊരു കട്ട് ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ ഇത് സംഭവിച്ചത് ഇവൻ പറഞ്ഞു ഇങ്ങനെ പിന്നെ അറക്കാനായിട്ട് ഇതുകൊണ്ട് കൊടുവാൾ കൊണ്ട് വെച്ച് അറക്കുന്ന സമയത്താണ് ഇവന് തള്ളിക്കളയാൻ വേണ്ടി ഇങ്ങനെ പിടിച്ച് തള്ളുന്നുണ്ട്. അങ്ങനെയാണ് കയ്യിൽ ഇഞ്ചുറി വന്നത്. ഈ സമയത്തെല്ലാം ഫൈസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെല്ലാം കാല് വെച്ച് ചവിട്ടി തള്ളായിരിക്കും, കാല് പിടിച്ച് താത്ത് വെച്ച് അവിടെ ഇറുക്കി പിടിച്ച് ഫൈസലിരിക്കുകയാണ്. ഈ സമയത്താണ് മറ്റേ പിന്നെ അടൈക്കാലം കയ്യിൽ സ്പാനർ വെച്ചിട്ടുണ്ട്. സ്പാനർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇതുണ്ടല്ലോ വീല് മാറ്റാനായിട്ടുള്ള ജാക്കിക്ക് കറക്കുന്ന ഒരു സാധനമുണ്ട്, നല്ല കട്ടിയുള്ള സാധനം, സ്പാനർ. അത് വെച്ചിട്ടാണ് തലയ്ക്കടിക്കുന്നത്. അതാണ് ഹെഡ് ഇഞ്ചുറി വന്നേക്കുന്നത്. ഹെഡിന് ഫ്രാക്ചർ ഉണ്ട്. അങ്ങനെയാണ് ഹെഡ് ഇഞ്ചുറി വന്നത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേമാർ രണ്ടുപേരും ബൈക്കിനകത്ത് വന്നിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി, ഇതൊക്കെ രാത്രി ഏകദേശം ഒരു 9 മണി 9:30 മണിക്ക് സമയം നടക്കുന്ന സമയമാണ്. ചെങ്കോട്ട ടേണിംഗ് അല്ലല്ല, അത് സൈഡിലോട്ട് ഒതുക്കിയിട്ട് അവന്മാർ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും ആയതിനു ശേഷമാണ് യവന്മാർ പിന്നെ അവിടെ നിന്ന് പതുക്കെ മുന്നോട്ട് പോകുന്നത്. യവന്മാർ 2 വീലർ അവിടെ വെച്ചതിന് ശേഷം യവന്മാരും കൂടെ വണ്ടിക്കകത്ത് കൊലപ്പെടുത്തി
കൊല നടന്നു കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു, അവിടെ ബ്ലഡ് പോയി മറ്റു കാര്യങ്ങളായി. പിന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് കയറി ആളൊഴിഞ്ഞ സ്ഥലം നോക്കി വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ സാധാരണ ലോറികളൊക്കെ സൈഡ് ഒതുക്കി നിർത്തുന്ന ഒരു സ്ഥലമാണ്. കുറച്ച് സ്പേസ് ഉണ്ട്, റോഡിൽ നിന്ന് കുറച്ച് അകത്തേക്ക് കുറേ സ്പേസ് ഉണ്ട്. അവിടെ അങ്ങോട്ട് ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ അവിടെ ആ സമയത്ത് ഒരു ലോറിയും കിടപ്പുണ്ടെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ബാക്കിലോട്ട് കൊണ്ട് അപ്പോഴത്തേക്ക് രാത്രി ഏകദേശം ഒരു 11:30-12 മണി ആയിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി ഇങ്ങനെ ഒതുക്കി നിർത്തി ഈ മറ്റവന്മാർ രണ്ടുപേരും പുറത്തിറങ്ങി നോക്കി. അപ്പം ആരും ഇല്ലാത്തൊരു സമയം നോക്കിയപ്പോഴത്തേക്ക് അവനെ എടുത്ത് ചുമന്നു. തൊട്ടപ്പുറത്തോട്ട് എടുത്തങ്ങ് ഇടാവുന്ന കാര്യമുള്ളൂ. അവിടെ നിന്ന് ഇട്ടതിന് ശേഷം അവന്മാർ വീണ്ടും അങ്ങ് പോകാം. പിന്നീട് നമ്മൾ അതിനിടയ്ക്ക് വെച്ച് വേറെ കുറേ കാര്യങ്ങൾ നോക്കിയിരുന്നു. ഈ നമുക്കവിടെ CCTVs കുറേ വെച്ചിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ അവിടെ തന്നെ ഈ നമ്പർ സെൻസിങ് ക്യാമറ ഉൾപ്പെടെ ആര്യങ്കാവിലുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് രാത്രി വന്നിട്ടുള്ള ഒരു ഇന്നോവ കാറിനെ നമ്മൾ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞായിരുന്നല്ലോ, കുമാറിനെ അറസ്റ്റ് ചെയ്ത് അവൻ പറഞ്ഞു ഇന്നോവ കാറാണെന്ന് പറഞ്ഞു. നമ്പരും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞനുസരിച്ച് നമ്മൾ പിന്നെ അത് അന്വേഷിച്ച് പോയപ്പോൾ അത് നമ്മളൊരു കടയ്ക്കൻ്റെ ഒരു ഭാഗത്തുനിന്ന് കാറ് കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. അത് നമ്മൾ കൊണ്ടുവന്ന് സയൻറ്റിഫിക് എക്സ്പേർട്ടിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് ബ്ലഡിൻ്റെ സ്റ്റെയിൻസും മറ്റു കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ റിക്കവർ ചെയ്തു. പിന്നെയാണ് ഈ നമ്മൾ ഓരോ പ്രതികളായിട്ട് പിന്നെ അതിൻ്റെ പുറകെ പോയി അറസ്റ്റ് ചെയ്ത് ഫൈസലിനെയും അവസാനം നമ്മൾ വർക്കല ഭാഗത്തുനിന്ന് ഫൈസലിനെ അറസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അവസാനം. യഥാർത്ഥത്തിൽ ആ ഒരു ID കാർഡിൻ്റെ ഇത് കിട്ടിയില്ലെങ്കിൽ ഇത് ആരാണ് മരിച്ചു കിടക്കുന്നത് നമുക്കറിയില്ല, ആരാന്നറിയത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ബോഡി ഏകദേശം ജീർണിച്ച അവസ്ഥയിലാണ്. പിന്നെ ഇതിൻ്റെ സ്കള്ള് പ്രിസർവ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീമർ എന്ന് പറയും, തുടയിൽ സ്കള്ളുമാണ് സാധാരണ പ്രിസർവ് ചെയ്യുന്നത്. DNA ടെസ്റ്റിന് വേണ്ടിയിട്ടും സ്കള്ള് പ്രിസർവ് ചെയ്യുന്നത് തീർച്ചയായിട്ടും മോർഫ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടും ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണ്. എത്ര കാലം കൺസ്യൂം ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മളും സാധാരണഗതിയിൽ ഒരു ബോഡി കണ്ടെങ്കിൽ ആരെയെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ എന്ന് അറിയുന്നത് നമ്മുടെ കേരള സർക്കിളിലായിരിക്കും മിക്കവാറും കൊടുക്കുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും മാൻ മിസ്സിംഗ് ഉണ്ടോ അതും കിട്ടൂല. പെട്ടെന്നുള്ള അന്വേഷണമായിരുന്നു, പെട്ടെന്ന് പിടിക്കുകയും ചെയ്തു. അത് റിസ്ക് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു കാര്യം നമ്മുടെ ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് കിട്ടിയെന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ തന്നെ അതിന് പുറമേ നടന്നു കേട്ടോ. നമ്മൾ ഈ നമ്മുടെ സ്റ്റേറ്റിനകത്ത് മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു സാധനമല്ല. വേറൊരു സ്റ്റേറ്റിലെ ഇതും കൂടെ ഒരു DYSP, നമ്മുടെ ചെങ്കോട്ട DYSP, ചെങ്കോട്ട CI SI അവരുടെ ഒരു ടീമിനെ ഉൾപ്പെടെ നമുക്ക് വിട്ടു തന്നിട്ട് നമ്മളെല്ലാം അവിടെ പോയി കിടന്ന് നോക്കുകയാണ്. ക്യാമറ ഉൾപ്പെടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം അവർ നല്ലപോലെ സഹായിച്ചു. തന്നെയല്ല ഇത് പെട്ടെന്ന് കിട്ടാൻ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്പോഴും എല്ലാ കാര്യങ്ങളിലും പെട്ടെന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ എത്രത്തോളം ഡിലേ വരുന്നുണ്ടോ അത്രത്തോളം തെളിവുകൾ നശിപ്പിക്കാനും സമയം പോകും തോറും നമുക്ക് അതിനകത്തുള്ള ശുഷ്കാന്തി കുറഞ്ഞു വരാനുള്ളൊരു സാധനമുണ്ട്. ഇതാകുമ്പോൾ ആദ്യം തന്നെ ആകുമ്പോൾ നമുക്കൊരു ഇതുണ്ട്, കിട്ടണം നമുക്കതിൻ്റെ പുറകെ പോകാൻ ഒരു എന്തൂസിയാസം ഉണ്ടാവും. അതിൻ്റെ പുറകെ നടന്ന് കിട്ടണം എന്നുള്ളൊരു താല്പര്യം കൂടുതലുണ്ടാകും. അത് ഒരു പരിധി കഴിയുമ്പോൾ വേറെ 1-2 കേസുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ വല്ല സിറ്റുവേഷൻ വരുമ്പോഴോ പതുക്കെ കൊണ്ട് തണുത്തു പോകും. ഇത് പക്ഷേ നമ്മൾ അന്ന് ഒരാഴ്ച കൊണ്ട് ഏകദേശം 1-2 ആഴ്ച കൊണ്ട് ഫൈസൽ ഉൾപ്പെടെ കിട്ടി. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം നടന്നേക്കുന്നത് തമിഴ്നാട്ടിലാണ്. പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയും. കൊലപാതകം നടന്നേക്കുന്നത് തമിഴ്നാട് ചെങ്കോട്ടയിലാണ്. കേസ് നമ്മൾ പിന്നെ അവസാനം ചെങ്കോട്ടയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പം അന്വേഷണം ചെങ്കോട്ടയിലാണ്. ഇപ്പം നമ്മൾ ബ്ലൈൻഡാണ്. കിട്ടിയേക്കാം, ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് കിട്ടാം. പക്ഷെ എന്താ നമുക്ക് പറയാൻ പറ്റില്ല. സംഭവിച്ചു കഴിഞ്ഞൊരു കാര്യം ഇത് ഇല്ലായിരുന്നെങ്കിൽ എന്ത് എന്നുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് ഒരു ചോദ്യമുണ്ട് സാറേ, എന്തായാലും പിടിക്കപ്പെടും എന്നുള്ള കാര്യം ഏത് കേസായാലും ഒരു ക്ലൈമാക്സ് ഉണ്ടാവും. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? ഇത് ഈ ഫൈസലിൻ്റെ ഒരു ചിന്ത എന്തായാലും പിടിക്കത്തില്ല എന്നുള്ള രീതി തന്നെയായിരിക്കും ചെയ്തേക്കുന്നത്. ഫൈസലിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നടന്നേക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. പിന്നെ കൊണ്ടുവന്ന് ഇവിടെ ആറ്റിൽ കളഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളപ്പൊക്കം, നല്ലപോലെ വെള്ളം ഒഴുകുന്നൊരു സമയത്താണ് കൊണ്ടുവന്ന് ആറ്റിലിട്ടേക്കുന്നത്. ഇത് ഇവിടെ കിടന്ന് ഇപ്പോൾ തന്നെ നമുക്ക് 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കിട്ടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം താന്നപ്പോൾ ആ പോച്ചപ്പുറത്ത് കമന്ന് കിടന്ന് ഈ ബോഡി കടന്നതുകൊണ്ടാണ് കിട്ടിയത്. ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഒഴുകി ചിലപ്പോൾ ഇതങ്ങ് താഴെ പോയി ചിലപ്പോൾ തമിഴ്നാട്ടിൽ പോകും. ഇത് എന്താണെന്നോ ഏതാണെന്ന് പോലും അറിയാതെ ഇതങ്ങ് പോകും ചിലപ്പോൾ. അതാണ് വിശ്വാസം. കാരണം 4 ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ വിശ്വാസം കൂടി. ഇതുവരെ കണ്ടെത്തിയിട്ടില്ലല്ലോ. എന്നാൽ പോക്കറ്റ് കൈട്ട് ID കാർഡ് മാറ്റാൻ അങ്ങനെയുള്ള ശ്രമമൊന്നും ഉണ്ടായില്ല. അറിയത്തില്ലല്ലോ പോക്കറ്റിലുണ്ടോന്നോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല. അതൊക്കെ തന്നെ ഒന്നും അപ്പോഴത്തെ ഇതനുസരിച്ച് കൊണ്ട് തള്ളി അങ്ങ് പോയി എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ ആ ഒരു 2 ജീവിതവും പോയി വല്ല നേട്ടം ഉണ്ടോ? ഒന്നുമില്ല അല്ലേ സാർ? അല്ലേ ക്രൈം ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്തായാലും എന്നായാലും പിടിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവൻ്റെ ജീവിതവും ജയിലിലായി പോകും, മറ്റവരുടെ ജീവിതവും പോയി. ഇപ്പം എന്നാലും മറ്റവനും ഫൈസലുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ സ്ത്രീ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ഫൈസലിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ആ ഏരിയയ്ക്ക് കിടക്കാൻ നാട്ടുകാർ പോലും സമ്മതിക്കില്ല. ഇവൻ്റെ ജീവിതം പോയി ഫൈസൽ ജയിലുമായി. ഫൈസൽ മാത്രമല്ല, ഫൈസലിൻ്റെ കൂടെ കൂടിയവന്മാരും ജയിലിലായി. സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൂടിയതാണ്. അമ്മാർ വിചാരിച്ച് കാണും ചിലപ്പോൾ കണ്ടെത്താൻ കഴിയത്തില്ല എന്ന്. കാരണം അവർ പല സ്ഥലത്തു നിന്നല്ലേ ആളിനെ കൂട്ടിയതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ക്രൈം ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ സുരക്ഷിതനാണ്, എന്നെ പിടിക്കത്തില്ല എന്നുള്ള ചിന്തയിലായിരിക്കും പലപ്പോഴും പല കുറ്റകൃത്യങ്ങളും നടക്കുന്നത്. പക്ഷേ ഇതുപോലെയുള്ള തൻ്റെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ നെഞ്ചും വിരിച്ച് ഇറങ്ങി ചെന്നാലുണ്ടല്ലോ തപ്പിയിരിക്കും, പിടിച്ചിരിക്കും. എന്തായാലും ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ജിജ്ഞാസാഭരിതമായിട്ടുള്ള മറ്റു കുറ്റകൃത്യത്തിന് പിന്നാമ്പറങ്ങളുമായിട്ട് വീണ്ടും ഞാനെത്തും. അതുവരേക്കും